ഒരു ലല്ലബി പാടുന്നെല്ലാം അങ്ങനെയാണ്. പാടുന്നെല്ലാം അങ്ങനെയാണെന്ന് അല്ല ഉണ്ടല്ലേ. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. കല്യാണം നേനാ നേനാ നീർ ബഹായേ. പ്രാക്ടീസ് എന്ന് പറഞ്ഞ സാധന എന്നൊക്കെ പറയുന്ന സാധനം ഞാൻ അധികം ലൈഫിൽ ചെയ്തിട്ടില്ല. എനിക്കറിയില്ല, എന്തോ ദൈവം ലൈഫിൽ ഇങ്ങനെ എല്ലാം ഇങ്ങനെ കണക്ട് ചെയ്ത് തരാറുണ്ട്. എനിക്ക് മെഹബൂബിന്റെ പാട്ടുകളും റഫി സാറിന്റെ പാട്ടുകളും ഭയങ്കര ഇഷ്ടമാണ്. മെഹബൂബിന്റെ പാട്ടുകള് റഫി സാറിന്റെ പാട്ടുകൾ പാടുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരിങ്ങനെ പൈസക്ക് ഇങ്ങനെ സ്റ്റേജിലേക്ക് കയറിയ കുറച്ച് സാഡ് ആയിട്ടിരിക്കുമ്പോ ഇനി ഇതുപോലുള്ള സെഗ്മെന്റ് ഞാൻ അടുത്ത ഓ നോ. കുറച്ച് സെഗ്മെന്റ്സിലേക്ക് അച്ഛനെ ഞാൻ കൊണ്ടുപോകും. അച്ഛൻ പേടിക്കടാ, എല്ലാം സിമ്പിളാണ്. സെഗ്മെന്റ്സ് ഒന്നും ഇല്ലട്ടോ. ഈ ഒരു സിമ്പിൾ, വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്. ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടർ? എ റഹ്മാൻ ആൻഡ് ഇളയരാജ. രണ്ടുപേരെ പറയാം. ഇളയരാജ. ഫേവറേറ്റ് ഫീമെയിൽ സിംഗർ? സാധന സർഗം. ഒരു ഏതെങ്കിലും ഒരു 2 വരി പാടോ പുള്ളിക്കാരി? ഓക്കെ. വാട്ടർ എന്ന് പറയുന്ന ഒരു മൂവിയില് റഹ്മാൻ സാറിന്റെ മ്യൂസിക്കിൽ പാടിയൊരു പാട്ടുണ്ട്. ഓക്കെ. അത് ഒരു അണ്ടർ റേറ്റഡ് സോങ് ആണ്. എനിക്കറിയില്ല, കേട്ടിട്ടുണ്ടാവുന്നത്. എന്റെ ഫേവറേറ്റ് ആണ്. ഓക്കെ. നേനാ നേനാ നീർ ബഹായേ मुझ फिर हल्का दिल साजन संग मुझ फिर हल्का दिल साजन संग झूम झूम के गाए नैना नैना नीर बहाए. എന്റെ പൊന്നെ, ഇതിന്റെ ഫേവറേറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പാടിയത്. അത് അറിയാനുണ്ട്. ബിക്കോസ് സച്ച് എ ബ്യൂട്ടിഫുൾ കോമ്പോസിഷൻ. അത് അച്ഛൻ പാടിയത് അത്ര അടിപൊളി. ഞാൻ പാടിയെന്നല്ല, ഒറിജിനൽ കേൾക്കണം. ആണോ? പാടിയിട്ടുണ്ട്. സോ ബ്യൂട്ടിഫുൾ. അച്ഛൻ പാടിയത് ഭയങ്കര എന്തൊരു ഈ പാട്ടെല്ലാരും കേൾക്കണം കേട്ടോ. ഒട്ടും വ്യൂസ് ഇല്ല യൂട്യൂബില്. ഞാൻ എപ്പോഴും വിചാരിക്കും ഇന്ന് എന്റെ വ്യൂ ഉണ്ടാവും, ഒരു 10 വ്യൂ ഉറപ്പായിട്ടും. ഫേവറേറ്റ് മൂവി? ഭ്രമയുഗം. പുതിയത് കണ്ടതില്ല. ഫേവറേറ്റ് ആക്ടർ ആരാ? പറയൂ. മമ്മൂട്ടി. ഇനി ഒരു ഭയങ്കര ഫേവറേറ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു സ്ഥലം? ഫോർട്ട് കൊച്ചി. ഞാൻ എന്റെ നാട് തന്നെയാണ്, പക്ഷെ അത് ശരി, ഞാൻ എവിടെയൊക്കെ കണ്ടിട്ടും എനിക്ക് ഫോർട്ട് കൊച്ചിയുടെ ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റും ഫീലും ഒരിടത്തൊന്നും കിട്ടുന്നില്ല. അപ്പൊ ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറയാ? ഫോർട്ട് കൊച്ചി. എനിക്ക് ഫോർട്ട് കൊച്ചി അതെനിക്ക് എന്റെ നാടിനോടുള്ള എന്തോ ഇഷ്ടം. ഫോർട്ട് കൊച്ചി ഭയങ്കര ഇഷ്ടം. അത് ശരി. അച്ഛൻ ഓരോ ഫംഗ്ഷൻസിനൊക്കെ അവിടെ പാടാനൊക്കെ പോയിട്ടുണ്ടെന്നുള്ള കഥയൊക്കെ കേട്ടിട്ടുണ്ട്. അതെ. അവിടെ അപ്പൊ ആൾക്കാർ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യും, ഭയങ്കരമായിട്ട് ഒരുപാട് സ്നേഹം ഉണ്ടാവും. ഞാൻ മെഹബൂബിന്റെ പാട്ടുകള് റഫി സാറിന്റെ പാട്ടുകൾ പാടുമ്പോൾ അവിടെയുള്ള ഒരു കൾച്ചർ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരിങ്ങനെ പൈസക്ക് ഇങ്ങനെ സ്റ്റേജിലേക്ക് കയറിയ. അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ അങ്ങനത്തെ ഒരു കൾച്ചർ ഉണ്ട്. അവർ മ്യൂസിക്കിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വലിയൊരു കമ്മ്യൂണിറ്റി ഉണ്ട് അവിടെ. അവർ വിളിച്ചാൽ പോകും. അതിൽ മതവും ജാതിയൊന്നുമില്ല, ഞാൻ പോകും. എനിക്ക് മെഹബൂബിന്റെ പാട്ടുകളും റഫി സാറിന്റെ പാട്ടുകളും ഭയങ്കര ഇഷ്ടമാണ്. അതിലൊരു പാട്ട് വെച്ചപ്പോൾ അച്ഛൻ എന്തെങ്കിലും അതിലൊരു പാട്ട് റഫി സാറിന്റെ ചൗദവി കാ ചാന്ദ് ഹോ യാ ആഫ്താബ് ഹോ जो भी हो तुम खुदा की कसम लाजवाब हो चौदवी का चांद हो. അടിപൊളി. അതിപ്പോ മനസ്സിലായി എന്തുകൊണ്ടാണ് അവർ അങ്ങനെ റിയാക്ട് ചെയ്യുന്നത്. അസലായിട്ട് പാടുന്ന ആളുകളുണ്ട്, അതിലൊരാളാണ് അച്ഛൻ. ഇല്ല അങ്ങനെയൊന്നുമില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു എൻ്റെ അടുത്ത സെഗ്മെന്റിലേക്ക് ഞാൻ പോകട്ടോ. ഇത് അച്ഛന് ഭയങ്കര ഇഷ്ടപ്പെടും, കാരണം ഇതിൽ പാട്ട് മാത്രമാണ്. ഭയങ്കര ഹാപ്പി ആയിട്ട് നല്ല ജോളി മൂഡിലിരിക്കുമ്പോൾ കേൾക്കുന്ന പാട്ട്?
ഈ ദിവസങ്ങളിൽ ഞാൻ ഹരിജിയുടെ ഒരു പാട്ട്, ഹരിഹരൻ ശ്രേയ ഘോഷാലിന്റെ ഒരു പാട്ട് ഇങ്ങനെ ഇങ്ങനെ കണ്ടിന്യൂസ് മറാത്തി സോങ് ആണ്, മറാഠി നാഷണൽ അവാർഡ് കിട്ടിയാണ് ആ പാട്ട്. ജീവദങ്കലാ ഗുങ്കലാ രംഗലാസാ പിരമാച്ചിയാസത്തോ ഒരു പാട്ട്. അടിപൊളി. പിന്നെ ഓക്കെ, ഇനി നെക്സ്റ്റ് കുറച്ച് സാഡ് ആയിട്ടിരിക്കുമ്പോൾ, കുറച്ച് ലോ ആയിട്ട് ഫീൽ ചെയ്യുമ്പോൾ, എൻ ജീവനെ എന്നാണു നീ. അടിപൊളി. ഇത് രണ്ട് ലൈൻ പറഞ്ഞു പോയി, കൂടുതൽ പാടി. ഇനി ഒരു ലല്ലബി, ഏതെങ്കിലും നല്ല മെലോഡി. അച്ഛൻ പാടുന്നതെല്ലാം അങ്ങനെയാണ്. ഞാൻ പാടുന്നതെല്ലാം അങ്ങനെയാണെന്ന് അല്ല, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നല്ല സുഖമുള്ള, കേൾക്കാൻ സുഖമുള്ള പാട്ടുകൾ പാടി ഞാൻ ഉദ്ദേശിച്ചത്. എന്റെ ചേച്ചിയുടെ കൊച്ചിനെ ഞാൻ കുഞ്ഞില് ഇങ്ങനെ പാടി ഉറക്കിയിരുന്ന പാട്ട്. അക്കരെ കാവില് ചക്കര മാവില് കക്കച്ചി പെണ്ണിന് കല്യാണം, ഇത് പാടിയ പുറങ്ങുമായിരുന്നു അവള്. ഒരു ഗ്രാറ്റിറ്റ്യൂഡ് തോന്നുമ്പോ, നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. ഓക്കെ, അങ്ങനെ എൻ്റെ ഈ സക്സസ്ഫുള്ളി വൈൻഡ് അപ്പ് ചെയ്തിരിക്കുന്നു. അച്ഛൻ എന്നെ ഒന്നും പറഞ്ഞില്ല, താങ്ക് യു അച്ഛൻ. ഇനി ഇതുപോലുള്ള സെഗ്മെന്റിനായിട്ട് ഞാൻ അടുത്ത പ്രാവശ്യം വേണമെന്നില്ല. ഓ നോ. ഇനി അച്ഛൻ്റെ മ്യൂസിക്കൽ ജേർണിയിൽ ഇനി അച്ഛൻ്റെ ഒരു ഓൺ കോമ്പസിഷൻ, മ്യൂസിക് ഡയറക്ഷൻ, അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഞങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അത്രയ്ക്ക് ഇങ്ങനെ മ്യൂസിക്കലി ഡീപ്പ് നോളജ് അങ്ങനെ ഒന്നും ഇല്ല. പറയുന്ന കേട്ടോ, നമുക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടില്ല. എല്ലാം അച്ഛൻ സ്വന്തമായിട്ട് പറഞ്ഞ എല്ലാം സത്യമാണത്. ഞാൻ പാടും, ഞാൻ പറഞ്ഞില്ല, അത് എന്തോ വാ തുറന്ന പാടും അത്ര പറയുള്ളൂ. കേൾക്കും, ഞാൻ ഒരുപാട് കേൾക്കും, വായിക്കും. ഇത് രണ്ടും എന്നെ ഹെൽപ്പ് ചെയ്യും. കേൾക്കും, വായിക്കും. പ്രാക്ടീസ് എന്ന് പറഞ്ഞ സാധന എന്നൊക്കെ പറയുന്ന സാധനം ഞാൻ അധികം ലൈഫിൽ ചെയ്തിട്ടില്ല. ഞാൻ മെനക്കെട്ടിട്ടുണ്ട്, വെളുപ്പിനൊക്കെ എണീറ്റ് ശ്രുതി ബോക്സുമായിട്ടൊക്കെ ഇരുന്ന ഒരു ഓർമ്മയുണ്ട്. പക്ഷെ അത് 2-3 ദിവസം, അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം കിടന്ന് ഉറങ്ങിയിട്ടുള്ള ഓർമ്മകളേ ഉള്ളൂ എനിക്ക്. അപ്പം അങ്ങനത്തെ ഒന്നുമില്ല, എഫേർട്ടൊന്നും ഇട്ടിട്ടില്ല. എല്ലാം ഇങ്ങനെ ഒരു, എനിക്കറിയില്ല, എന്തോ ദൈവം ലൈഫിൽ ഇങ്ങനെ എല്ലാം ഇങ്ങനെ കണക്ട് ചെയ്ത് തരാറുണ്ട്. അങ്ങനെ കുറെ നല്ല ആളുകൾ, നല്ല റിലേഷൻഷിപ്സ് ഒരു കുറച്ചുണ്ട് എനിക്ക്. നല്ല താങ്ക് യു സോ മച്ച്. യു കോപ്പറേറ്റഡ് വെരി വെൽ. ലൈക്ക് കുറെ തിരക്കും കാര്യങ്ങളും ഒരുപാടില്ല, തിരക്കുണ്ടായിരുന്നു. അന്നേരം തിരക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ച് അച്ഛൻ ഇവിടെ വന്ന് നമ്മുടെ കൂടെ ഇത്രയും പാട്ടുകൾ പാടി, ഇത്രയും എന്താ പറയുക, ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തതിന്, ഒരു നല്ലൊരു കോൺവെർസേഷൻ തന്നതിന് താങ്ക് യു സോ മച്ച്. ഞാൻ കംഫർട്ടബിൾ ആയത് നിങ്ങൾ ഈ ക്രൂ കംഫർട്ടബിൾ ആയതുകൊണ്ട്, എന്നെ കംഫർട്ടബിൾ ആക്കിയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര നെർവസ് ആയിരിക്കും. ആക്ച്വലി ഞാൻ നേരെ സത്യം പറഞ്ഞ റിവേഴ്സ് ആണ് സംഭവിച്ചത്. ഞങ്ങൾ കുറച്ച് സീരിയസ് ആയിരുന്നു, അച്ഛനല്ലേ കുറച്ച് ഇങ്ങനെയൊക്കെ. അച്ഛൻ വന്ന് നല്ല അടിപൊളി ഫുൾ ഫണ്ണായിരുന്നു. സോ താങ്ക് യു സോ മച്ച് അച്ഛാ. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നന്ദി എന്നെ ഇൻവൈറ്റ് ചെയ്തതിന്. താങ്ക് യു.